20 മാർക്ക്. 20 മാർച്ച് 20 അപ്പം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം 1 മാർക്ക് വെച്ചു. 1 മാർക്ക് വെച്ചു. 10 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. അപ്പോൾ 20 മാർക്കല്ലേ? ഒരെണ്ണത്തിന് ഒരു മാർക്കാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ 10 മാർക്കിലാക്കണം. അപ്പോൾ 1 മാർക്ക് വെച്ചിട്ടാണ് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം 1 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേന് 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ ഫേവറേറ്റ് ലേസ് കളർ ഏതാണ്? എങ്ങനെ കണ്ടുപിടിച്ചത്? കഴിഞ്ഞ ദിവസം ബ്ലൂ ലേസ് അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ചതാല്ലേ? കൊള്ളാം. ഇങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. മൈ സെക്കൻഡ് സ്കൂൾ ഏതാണ്? ഞാൻ നമ്മൾ പറഞ്ഞായിരുന്നു. സെൻറ് ആൻസ്. സ്കൂൾ നെയിമാണ് സെൻറ് ആൻസ്. സെൻറ് ആൻസ് അങ്ങനെ ഉള്ളോ? ഞാൻ സ്കൂളിൻ്റെ കാര്യം അല്ല, സെൻറ് ആൻസ്. സെൻറ് ആൻസിൽ ഇതെന്താ? സെൻറ് ആൻസ് കേരള സ്റ്റേറ്റ് ആണോ സിലബസ് ആണോ അറിയില്ല. സിലബസ് അല്ലേ? ഓക്കെ, ഇംഗ്ലീഷ് സിലബസാണ്. ഇംഗ്ലീഷാണ്. ആ, പരമക്കര. സ്കൂളിലാണ് സെക്കൻഡ് സ്കൂൾ ഏതാണ്? സെൻറ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറയണം. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയണ്ടേ? ആ, ഇംഗ്ലീഷ് മീഡിയം അറിയാം. സെൻറ് ആൻസ് നല്ല സ്കൂളിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പം 3 മാർക്ക് വേണം. 3 1 മാർക്ക്. 3 മാർക്ക് പിന്നെ അങ്ങനെയൊന്നല്ല. നമ്മളങ്ങനെ അതും ശരിയാണ് കേട്ടോ. അതും ശരിയായിട്ടുള്ള നിർവഹിക്ക് തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ല, തേർഡ് അല്ല, ഫോർത്ത് ക്വസ്റ്റ്യനെ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? 18/3/2015. ഗൈസ്, എൻ്റെ അമ്മൂമ്മയാണ് ഗൈസ്. അപ്പം അമ്മച്ചി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ പറഞ്ഞാണ് പറഞ്ഞു കേട്ടോ പറഞ്ഞാണ്. ഓക്കെ, ഇതെല്ലാം കണ്ടുപിടിച്ചോട്ടോ കൊച്ചി. എനിക്ക് അറിയാമല്ലോ, പിന്നെ ചോദിച്ചൊന്നുമില്ല. മക്കളിൽ പറയത്തില്ലേ പഠിക്കില്ലേ ഗൈസ്? കാണും. 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി എൻ്റെ വയസ്സ് എത്രയാ? 10. അത് കണ്ടുപിടിച്ച് കൊച്ചു കള്ളി. ഇനി 10 വയസ്സുള്ളൂ കേട്ടോ. ഞാൻ 10 വയസ്സുള്ള കുട്ടിയാണ്. ഗൈസ്, ഇവിടുത്തെ പട്ടിക്കുട്ടന്മാരെ തുറന്നിട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, മൈ ഫാദർ ഫുൾ നെയിം എന്നാ പറയാ? നിന്നെ കുറിച്ചുള്ള എൻ്റെ ഫാമിലിനെ കുറിച്ചല്ലേ? അറിയില്ല. ബിനോയ് എമ്മുണ്ട്. അതിൻ്റെ കൂടെ പേഴ്സണാണ് ഉണ്ടല്ലേ? ആ, ഞാൻ കണ്ടുപിടിക്കാം. ബിനോയ് എം.
ബി ആണോ പി ആണോ? ബിനോയ് MP. അത് ക്ലൂ കൊടുത്തിട്ടോ. ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബിനോയ് MP. My mother full name എന്തുവാ? അമ്പിളിമോൾ. അമ്പിളിമോൾ. ഈ MBയുടെ കൂടെ ഒരു അങ്ങനെ പറയുന്ന ഒരു സാധനമുണ്ട്. അമ്പിളിമോൾ ബി. അങ്ങോട്ട് എന്തേ പറയുന്നേ? അമ്പിളിമോൾ ഉണ്ടോ? അമ്പിളിമോളുണ്ട്. അമ്പിളിമോൾ ബിനു അല്ലേ? അമ്പിളിമോൾ KB ആണോ KC ആണോ? അമ്പിളിമോൾ KC. ഇതിന് ഫുള്ള് ആവശ്യം കൊടുക്കുന്നത് തോന്നുട്ടോ. ഒന്നും അറിയില്ല. നിന്റെ ഫുള്ള് നോക്കാണ് ഞാൻ പറഞ്ഞേനെ. എല്ലാവർക്കും അറിയാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ തീരുട്ടാ. മൈ ഫോൺ ബ്രാഞ്ച്. ബ്രാഞ്ചോ? ബ്രാഞ്ചോ? ഫോണിനോ? ബ്രാഞ്ച് അല്ല, ബ്രാൻഡ്. ബ്രാൻഡോ? ഉള്ള മന്ദബുദ്ധിത്തരം എല്ലാം വിളിച്ചു. ബ്രാൻഡ്. അയ്യോ ബ്രാൻഡിനോ? ബ്രാൻഡ് എന്നാണോ പറയുന്നത്? ഫോണിന്റെ കമ്പനി. ഫോണിന്റെ കമ്പനിയെ പറയല്ലേ? ഐറ്റൽ. നമ്മൾ ആകാശത്ത് പറഞ്ഞത് തന്നെ പറയുന്നത്. ആകാശം ഐറ്റൽ. എന്തുവാ നിനക്ക് ഫോണുണ്ടോ? അത് ആറും കൂടെ കൂട്ട. അതിന്റെ കൂടെ ആറും കൂടെ കൂട്ട്. അയ്യാണോ? എയർടെൽ. ഞാനും പറഞ്ഞെടുത്തോ. ഞാനും കണ്ടെത്തില്ല. എയർടെൽ. എന്നത് ഫോൺ ബ്രാൻഡോ? എയർടെലോ? ഇതാ എന്റെ ഫോൺ ബ്രാൻഡ്. ഇതൊന്നും ഇടരുത് കേട്ടോ. മന്ദബുദ്ധിത്തരം കാണിച്ചു. ഇതാണ് ഫോണിന്റെ ബ്രാൻഡ്. എയർടെൽ എങ്ങനെയാ ബ്രാൻഡ് ആവുന്നത്? അയ്യോ സിം ആയി. അയ്യോ അത് ബ്രാൻഡ് അല്ലാണ്ട് ഗൈസ് തെറ്റാണ്. സിം ആയിരുന്നു കേട്ടോ. സോറി. ഞാൻ ഫോണിൽ വരുന്നത്. മൈ ഹൗസ് ഫുൾ നെയിം എന്തുവാ? വണ്ണമാലി ഹൗസ്. അതിൻ്റെ കൂടെ വേറെ സ്ഥലമൊന്നും ഇല്ലേ? വണ്ണമാലി ഹൗസ്. മരിയ STB കോട്ടയം. മരിയമ്പള്ളി. എടി നിന്റെ അഡ്രസ്സൊക്കെ എന്തിനാ എനിക്ക്? എനിക്ക് കുറച്ച് വിലയൊക്കെയുള്ള അത് കളയും. വീട് പള്ളി അല്ലേ? തന്നെ പറ. അണ്ണമാലി ഹൗസ് മരിയപ്പള്ളി അല്ലേ? അല്ലെങ്കിൽ കൊറ. ശരിക്കും വയ്യ കാര്യം. മണ്ണുമാലി ഹൗസ് മര്യാദക്ക് നീയോ? എന്നാ മണ്ണുമാലി ഹൗസ് അതല്ല. മര്യാദക്ക് നീയോ? മരിയപ്പള്ളി. എനിക്കറിയാവോ? അരമാർക്കൻ എന്തായിരിക്കും വീണ്ടും? എന്നാലും എനിക്ക് ഒന്നിനും 8 മാർക്ക് കിട്ടി 10. അയ്യോ ഒരു ദിവസം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിക്കും. മൈ ഹൗസ് ലീവ്. ഹൗസ് ലീവോ? ഹൗസ് ലീവോ? മൈ ഹൗസ് ലൈവ്. എന്നത്? എന്നത്? ഹൗസ് ലൈവോ? ഹൗസ് ജീവിക്കുന്നു. ഇത് പൊട്ടിയാണോ?
വീട് പണിത് എത്ര നാളായിരുന്നോ? 2-3 വർഷം, 2-3 വർഷമായിരുന്നു. പക്ഷെ ഇതിനകത്ത് 4 വർഷം ഇരിക്കുന്നത്. 4 വർഷമായി കേട്ടോ. 4 വർഷമൊന്നും ആയില്ല, നീ പോയത്. 4 വർഷമൊന്നും ആയില്ല. മതി നിന്റെ കണക്ക്. അപ്പോൾ 9 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും രാഷ്ട്ര, അപ്പോൾ എല്ലാവർക്കും സുഖു. ഉമ്മ ഈസ് കവേർഡ്, വാട്ടർ ഈസ് കവേർഡ്. അയ്യോ ഗൈസ്, ഈ പെണ്ണിൻ്റെ കൂടെ ആരും ചലിച്ചൊന്നും ചെയ്യരുത്. വട്ടത്തി എടുക്കേ. ചോദ്യം എന്ന് കാണിച്ചത് നീ. ചോദ്യം. ഈ പെണ്ണിൻ്റെ എനിക്കൊരു മൈ ബർത്ത്ഡേ, മൈ ഫേവറേറ്റ് പ്ലേസ്, കളറ്, മൈ സെക്കൻഡ് സ്കൂള്, ഡേറ്റ് ഓഫ് ബർത്ത്, മൈ വയസ്സ്, മൈ ഫാദർ ഫുൾ നെയിം, മൈ മദർ ഫുൾ നെയിം, മൈ ഫോൺ റാജ്, മൈ ഹൗസ് ഫുൾ നെയിം, മൈ ഹൗസ് ലൈവ്. ആൻസർ മാർച്ച് 18, ബ്ലൂ ലൈസ്, സെന്റ് ആൻസ്. ഇതന്നെ 10 വയസ്സ്. ബിനോയ് MP, അമ്പിളിമോൾ KC, ഫോൺ ബ്രാച്ച് ഏതാണെന്നറിയാമോ? എയർടെലാണ് ഫോൺ ബ്രാച്ച്. പിന്നെ ഫുൾ ഹൗസിന്റെ ഫുൾ നെയിമാണ് മണ്ണുമാരി. അതെനിക്കറിയത്തില്ല പേര്. ചാനല് എല്ലാവരും ആര് സബ്സ്ക്രൈബ് ചെയ്തതെന്നറിയാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലത്. ഗൈസ്, ഈ പെണ്ണിൻ്റെ കൂടെ നിങ്ങൾ ആരും ചലഞ്ച് ചെയ്യാൻ പോലും. ദൈവത്തെ കണ്ട അല്ല ഓർത്താ ദൈവത്തെ ഒന്ന് നിങ്ങൾ കണ്ട എസ്കേപ്പ് ആയിക്കോളാം. എൻ്റെ വീട്ടിൽ എൻ്റെ പേര് കുറിച്ച് ഹോയ് മക്കളെ ഇവിടെ ഇടാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു കാണിച്ചു. സോപ്പാക്കിട്ട് പോവാൻ എന്നാ ചോദ്യം ചോദിച്ചത്? എന്നൊക്കെ ചോദ്യം നീ ചോദിച്ചേ? നിന്റെ അച്ഛൻ്റെ മൈ വയസ്സ് അതൊന്നും കുഴപ്പമില്ല. ഫോൺ ബ്രാച്ച് ഓഫാക്കിയില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ബെൽബട്ടനും കൂടെ ചെയ്യാൻ. ഗൈസ്, എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ മറ്റേ സാധനം കിളിക്കുന്ന സാധനമില്ലേ, മറ്റേ കിളിക്ക സാധനം ഇല്ലേ, എന്താ എൻ്റെ പേരെന്താ, ലൈക്കും സബ്സ്ക്രൈബും ബെൽബട്ടനും നിർത്താൻ കുത്താൻ മറക്കില്ല കേട്ടോ.